സ്വാമി ശരണം. എനിക്ക് ചെറുപ്പം മുതലേ നല്ലൊരു ആഗ്രഹമായിരുന്നു, നല്ലൊരു മാന്ത്രികനാവണമെന്ന്. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും ആയിട്ടില്ല, അതിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എല്ലാ വീഡിയോസും പറയുമ്പോൾ നമ്മൾ ഈ കടമറ്റം പള്ളി എന്ന് കേട്ടിട്ടല്ലേ, കടമറ്റം കത്തനാരച്ചൻ. അപ്പോൾ അവരുടെ തലമുറകളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു സമയത്ത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കടമറ്റത്തച്ഛൻ്റെ സഹായം ആവശ്യം വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഭദ്രകാളി ഉപാസനയിലുണ്ട്, ദുർഗയുണ്ട്. ഞാൻ ഈ രണ്ട് ആളുകളും കൂടിയിട്ടാണ് അങ്ങോട്ട് പ്രവേശിക്കൽ. പക്ഷെ എങ്ങനെ പ്രവേശിച്ചിട്ടും കാര്യമില്ല, അയാളൊരു വേറിട്ട സമ്പ്രദായമാണ്. അവരുടെ ഭീകരമായൊരു രൂപത്തിലാണ് ഭദ്രകാളി രൂപം തെളിയാറ് കൊലയിട്ട്. അതാണ് പറയണത്. അറിയാത്തവർ ആ കാര്യത്തിലേക്ക് ഇറങ്ങരുത് എന്ന്. അവരുടെ ചരിത്രം കേൾക്കുക, വായിക്കുക, പോവുക, അതൊക്കെ ആവാം. അപ്പോൾ എനിക്ക് ഇതേമാതിരി അഞ്ച് പ്രാവശ്യം അയാളെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പുരോഹിതനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളെ. ആ പുരോഹിതനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ നമ്മൾ എത്ര ശക്തമായ ഉപാസന കൊണ്ട് അങ്ങോട്ട് ചെന്നാലും അയാളൊരു പൊടിക്ക് വിടാത്ത ആളാണ്. അയാളുടെ മൂർത്തി അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചും ഞാൻ ചെയ്യുന്നത് നട്ടുച്ച സമയത്തുള്ള കർമ്മങ്ങളാണ്. എൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. എൻ്റെ അമ്മ ജോലിക്ക് പോകും. ഞാനും അത്യാവശ്യം ജോലിക്ക് പോയിരുന്ന സമയത്തും ഈ മാന്ത്രികമായിട്ട് മുന്നോട്ട് പോയായിരുന്നു, മാന്ത്രിക കാര്യങ്ങൾ. ഇനി സമുദായങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. ഒന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഒന്ന് എൻ്റെ സുഹൃത്തിന്, ഒരു മുസ്ലിം സമുദായത്തിന്, ഒന്നൊരു നായർ സമുദായത്തിലൊരാൾക്ക് വേണ്ടിയിട്ട്, 3. ഇത് 2 ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ 2 കാര്യങ്ങൾ, അങ്ങനെ മൊത്തം 5 കാര്യങ്ങൾ ഞാൻ 5 പേർക്ക് വേണ്ടിയിട്ട് ദേഹത്തെ വിളിച്ചിട്ടുണ്ട് ഈ സംഭവം. കാരണം ഇത് പറയാതിരുന്ന അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കയ്യൊക്കെയാണ് പ്രതിഷ്ഠ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വനിത എന്ന് പറഞ്ഞൊരു പുസ്തകം മുഖാന്തരം എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ കറക്റ്റായിട്ട് വായിച്ചത്. സത്യം പറഞ്ഞാൽ എനിക്ക് പുസ്തകം വായന എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ വല്ല മന്ത്രങ്ങളോ മൂലമന്ത്രങ്ങളുള്ളതോ അല്ലെങ്കിൽ വല്ല സഹസ്രനാമങ്ങളുള്ള പുസ്തകങ്ങൾ, ദൈവികമായിട്ടുള്ള പുസ്തകങ്ങൾ എന്നല്ലാതെ ഞാൻ ഈ ചരിത്രമൊന്നും വായിക്കൽ പതിവില്ല. അതും വായിച്ച് അത് ബൈ ഹാർട്ടായിട്ട് പഠിച്ച് ആരോടും പറയാനോ വാദിക്കാനോ ഒന്നും നിൽക്കലില്ല. മൊബൈലിൽ ഇപ്പോൾ അയാളെ കുറിച്ച് ചിലവർ നുണകൾ എഴുതുമ്പോൾ അതൊന്നും ഞാൻ വിശ്വസിക്കലില്ല. ചിലവർ സത്യം എഴുതുമ്പോൾ ചിലവരൊക്കെ പറയുന്നതിൽ കുറേശ്ശൊക്കെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പം നമ്മളതൊന്നും കാണലില്ല. നമ്മൾ അത്യാവശ്യം നമ്മളെ സമ്പ്രദായത്തിൽ, നാടൻ സമ്പ്രദായത്തിൽ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ ആ കർമ്മങ്ങൾക്ക് ഇതുമാതിരി പറഞ്ഞ മാതിരി വീര്യസംരക്ഷണമൊക്കെ മസ്റ്റാണ്. അങ്ങനത്തെ കർമ്മങ്ങൾക്ക് ഇരിക്കുമ്പോൾ വീര്യസംരക്ഷണം, ബ്രഹ്മചര്യം, ചില നിഷ്ഠകൾ മസ്റ്റായിട്ട്. കാരണം ഇത് എൻ്റെ വീട്ടിലൊരു മൂർത്തി ഇരിക്കുന്നുണ്ട്, ഭദ്രകാളി ഇരിക്കുന്നുണ്ട്, ധൂമാവതി ഇരിക്കുന്നുണ്ട്, ഒക്കെ വേറെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭദ്രകാളിക്ക് ആ നേരത്ത് വേണ്ടത് മനുഷ്യരക്ത. ഈ ഇതിൽ 1-2 പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആദ്യം കൈ വിരൽ, ചൂണ്ടാണി വിരൽ കത്തി കൊണ്ട് മുറിച്ച് രക്തം കൊടുത്തിട്ടുണ്ട് 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം തൊഴിൽ സ്ഥലത്തുനിന്ന്, ആരുമില്ലാത്ത ഏരിയയാണ്. എൻ്റെ തൊഴിൽ അങ്ങനെയായിരുന്നു, കള്ള് കത്താറുന്നു, കാട്ടിൽ നിന്ന് ആരുമില്ല അവിടെ, അങ്ങനത്തെ സ്ഥലത്തുനിന്ന് ഒരു പ്രാവശ്യം അവിടെ നിന്നും അരയിൽ എപ്പോഴും കത്തി ഉണ്ടാവും, മുറിച്ച് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3 പ്രാവശ്യം കയ്യുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പാടുണ്ട്, എപ്പോഴും ഉണ്ടാവും ഇവിടെ പാട്. ആ വരഞ്ഞോടെ തന്നെ ഞാൻ വരയുള്ളൂ, പിന്നെ വേറെ ഒന്നും വരയില്ല. അതങ്ങനെയാണ്, അത്ര സത്യത്തിൽ നടക്കുന്ന ഒരു കാര്യം. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതേമാതിരി പിന്നെ അത് വിളിക്കുമ്പോൾ അത് നമ്മളറിയാതെ നമ്മളെ നിന്ന് രക്തം എടുക്കും. അത് മനുഷ്യരക്തമാണ് ചോദിക്കുക, ഉപാസകൻ്റെ രക്തമാണ് ചോദിക്കുക. അത് അവിടെയും ഇവിടെയും നമ്മളെ കയ്യും കാലും തട്ടിമുട്ടി മുറിയാവണതല്ല. അതിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മൾ പൂജയിൽ ഇരിക്കുമ്പോൾ അവിടെ തന്നെ മുറിയാവും. അപ്പോൾ അതാണ് എൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ഭദ്രകാളിക്ക് തിലകമായിട്ട് ഇവിടെ ചാർത്തി കൊടുക്കൽ, മനുഷ്യരക്തം. അത് കിട്ടിയാലേ അവർ വന്ന കാര്യം സാധിച്ച് പിൻവാങ്ങുകയും ചെയ്യുള്ളൂ. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്കത് ക്ലിയറായി. അദ്ദേഹം വശമായിരിക്കുന്നതോടുകൂടി എനിക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വശമുണ്ട്. കാരണം എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ജീവിതത്തിൽ ഒരിക്കൽ അവിടേക്ക് ഒന്ന് പോകണം. കടമറ്റം പള്ളിയിൽ നല്ലൊരു ആഗ്രഹമുണ്ട്, നല്ലൊരു ഇഷ്ടപ്പെട്ട ഇടമാണ് എനിക്ക്. അവിടേക്ക് ഒന്ന് പോകണം, സന്ദർശിക്കണമൊക്കെ ഒന്നുണ്ട്. ദൈവം വിചാരിച്ചിട്ട് അവിടുത്തെ അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ അവിടെ പോവുക. അവിടെ ഒരു വലത് കൈയൊക്കെയാണ് പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നൊക്കെ ആൾക്കാരേൽ പേർഷ്യൻ കുരിശൊക്കെ വിചാരാധിക്കുന്ന ആളുകളത് തോന്നും. പിന്നീട് ഞാൻ ചന്ദനത്തിലാണ് കാര്യങ്ങൾ ചെയ്യൽ. അരച്ച ചന്ദനം ഒന്നുമില്ലെങ്കിൽ ഞാൻ അരയ്ക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയി അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്, അതിൽ ഞാൻ നിലത്ത് വരയ്ക്കും, അല്ലെങ്കിൽ ഒരു പീഠത്തിൽ വരയ്ക്കും. പിന്നെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്തു. അതും ഇതേമാതിരി വേറെ നമുക്ക് അവരുടെയൊക്കെ അടുപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി അറിയും. ആ പൂജകളും കാര്യങ്ങളൊക്കെ ആ കുരിശിൽ ഞാൻ ഇവിടെ ചെയ്യും എൻ്റെ വിധാനത്തിൽ. അതൊന്നും ഇപ്പോൾ എനിക്ക് ഒരാൾക്കും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് നോക്കിയിട്ടും കണ്ടിട്ടും നടന്നിട്ടും അലഞ്ഞിട്ടും പഠിക്കേണ്ടതാണ്. പിന്നെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു
അതിശയം എന്ന് പറഞ്ഞാൽ ഈ പൂജാവേളയിൽ ഞാനും കൂടി ഒന്ന് അതിശയിച്ച് പോയിട്ടുണ്ട്. ഞാൻ ഒന്ന് സ്തംഭിച്ച് പോയൊരവസ്ഥയായിട്ടുണ്ട്. കാരണം ഞാനത് അവരുടെ ആചാരത്തിൽ തന്നെ മെഴുകുതിരി കൊണ്ട് ചെയ്തായിരുന്നു. ഞാനൊരു 2 മെഴുകുതിരി വാങ്ങിക്കൊണ്ടുവന്നു. 2 മെഴുകുതിരി വാങ്ങിക്കൊണ്ടുവന്ന് മെഴുകുതിരിയുടെ ദീപപ്രഭയിൽ, നമ്മളെ വിളക്കുണ്ട്, സാധാ ഓട്ട് വിളക്കും, മെഴുകുതിരിയുടെ ദീപപ്രഭയിൽ മെഴുകുതിരി ഉരുക്കി അതിൽ കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഞാൻ തന്നെ ചേർത്തു. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഗന്ധം അത് ചേർത്തു. എന്നിട്ടും ഈ മെഴുക് രണ്ടാമത് ഉരുക്കി, അത് ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ട് ആ പരിപാടി തുടങ്ങിയ അത്യാവശ്യം ചുറ്റുപാടുള്ളവർക്കൊക്കെ അറിയും. പക്ഷെ അത് എന്താ സംഗതി എന്നറിയില്ല. അത് ഒരു മരത്തിൻ്റെ കറകൾ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണ് ചെയ്ത് ഞാൻ ആ മെഴുകുതിരി രണ്ടാമത് ഉടച്ച് വാർത്തിട്ട് അങ്ങനത്തെ ഒരു 2 മെഴുകുതിരിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വിശേഷ ദിവസങ്ങളിൽ കത്തിച്ചേർന്നു. അങ്ങനെ ഈ പൂജാവേളയിൽ അത് കത്തിച്ച് വെക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. എനിക്ക് ആദ്യമായിട്ടുള്ളൊരു ഒരു ഇതാണ്. അതിൽ ഞാൻ അതിശയിച്ചു. അങ്ങനെ ചെയ്തവരുണ്ടാവാം, അത് ഇന്നതുകൊണ്ടാണെന്ന് അറിയണ്ടാവാം. അതിലാണ് ഈ തന്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ വേണമെങ്കിൽ തന്ത്രമാണ് കൊണ്ട് ആരെങ്കിലും പറ്റിക്കുക, അതല്ലാതെ അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ ആ മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പോൾ ആ കത്തിയ കരിന്തിരി മാത്രമുണ്ട്, മെഴുക് ശൂന്യ. മനസ്സിലായില്ലേ? മെഴുക് ശൂന്യം, മെഴുകില്ല. സാധാ ഒരു മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞാൽ നല്ല മെഴുക് കട്ടിയിൽ അടിഞ്ഞു കൂടും. ഇതിപ്പോൾ ഇതിൽ ഞാൻ 1-2 സാധനങ്ങൾ ചേർത്തു. ആ കൂട്ട് എനിക്കിപ്പോഴും നല്ല വശമുണ്ട്. അത് ഞാൻ എന്നിട്ട് ഒരു കഷ്ണം കൂടി വീട്ടിലെടുത്ത് വെച്ചായിരുന്നു. അത് എടുത്ത് വെച്ചാൽ തന്നെ ഒരു സുഗന്ധമാണ്. നമ്മളെ പൂജാമുറിയിലോ അല്ലെങ്കിൽ പൂജ വയ്ക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മളെ റൂമിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഗന്ധമാണ്, ഒരു പ്രത്യേക സുഗന്ധം. അത് കത്തിക്കും കൂടിയും വേണ്ട, കത്തിച്ച് കഴിഞ്ഞാൽ അതിലേറെ സുഗന്ധവും ഈ മെഴുക് ഉരുകിയില്ലാതെയും. അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ല, അത് കത്തിച്ച് കഴിച്ചു, പിന്നെ അത് ചെയ്യലില്ല. പിന്നെ അപ്പോൾ അത് ഉണ്ടാക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതൊരു വല്ലാത്തൊരു അതിശയമായി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ്, ഇത് അവരുടെ പിൻതലമുറക്കാരൊക്കെ എപ്പോഴും ഉണ്ടല്ലോ, ഒന്ന് അവിടെയൊക്കെ വരണം, കാണണം എന്നൊക്കെ ഉള്ളത്. നടക്കുമെന്ന് വിചാരിക്കണം. സ്വാമി ശരണം.